ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം മനുഷ്യൻ്റെ കൈകൾ എന്ന യൂണിറ്റിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഒരു യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ എക്സാമിന് അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ നാട്ടിലെ ആളുകൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്? അപ്പോൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്? മരപ്പണി, പടവ്, തേപ്പ്, കൃഷിപ്പണി, മീൻ കച്ചവടം, തെങ്ങുകയറ്റം, ഇങ്ങനെയുള്ള പലതരം ജോലികളാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളതിൻ്റെ സ്ഥാനത്ത് അത് എഴുതുക. അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ്, കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ എന്തെല്ലാമാണ്? പദസൂര്യൻ പൂർത്തിയാക്കൂ. നെൽകൃഷി എന്നാണ് പദസൂര്യൻ പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ്? നെല്ല് കൊയ്യുക, ഞാറ് നടുക, ഞാറ് പറിക്കുക, ട്രാക്ടർ പൂട്ടുക, വിത്ത് വിതയ്ക്കുക, കള പറിക്കുക, വളമിടൽ, കറ്റ മെതിക്കുക, ഇങ്ങനെയുള്ള ഓരോ ജോലികളും പദസൂര്യനിൽ നിങ്ങൾക്ക് എഴുതാം. അടുത്തതായിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട 2 പഴഞ്ചൊല്ലുകൾ എഴുതൂ. വിത്ത് ഗുണം 10 ഗുണം. വിത്ത് നന്നായാലേ ഉള്ളൂ നമുക്ക് വിളവും നന്നാവുക, അതാണ് ഇതിൻ്റെ അർത്ഥം. അടുത്തത് ഉടമയുടെ നോട്ടം ഒന്നാന്തരം വളം. ഉടമ, ഈ പാടത്തിൻ്റെ അല്ലെങ്കിൽ കൃഷിസ്ഥലത്തിൻ്റെ ഉടമയുടെ നോട്ടം നല്ല വളമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴും നമ്മൾ കൃഷിയെ നോക്കണം. എന്താണ് അവിടെ കുറവ്, എന്തൊക്കെ കളകളുണ്ടോ, വെള്ളം കുറവുണ്ടോ, ഉണ്ടോ, ഇങ്ങനെ നോക്കണം. അതിനാണ് ഉടമയുടെ നോട്ടം ഒന്നാന്തരം വളം എന്ന് പറയുന്നത്. അടുത്തത് ഏതെങ്കിലും ഒരു വിളയുടെ കൃഷി രീതിയെക്കുറിച്ച് എഴുതൂ. നമ്മളിവിടെ വാഴ കൃഷിയെക്കുറിച്ചാണ് എഴുതുന്നത്. അത്യാവശ്യം ആഴത്തിലും വീതിയിലും ഒരു കുഴി എടുക്കുക. അതിൽ കുറച്ച് കുമ്മായം വിതറി മിക്സ് ചെയ്യണം. ഇനി വാഴക്കന്ന് വയ്ക്കുക. മണ്ണിട്ട് നന്നായി ഉറപ്പിക്കുക. ചാണകപ്പൊടിയോ മറ്റു വളമോ ചേർക്കാം. പുതയിട്ട് കൊടുക്കാം. വാഴ വലുതായി കുലയ്ക്കുമ്പോൾ താങ്ങ് കൊടുക്കാം. 10 മാസം കൊണ്ട് വിളവെടുപ്പ് നടത്താം. അടുത്തതായിട്ട് നിങ്ങൾ സാധാരണ കളിക്കുന്ന കളികൾ ഏതെല്ലാമാണ്? ക്രിക്കറ്റ്, ഫുട്ബോൾ, ഒളിച്ചുകളി, കുളംകര, ഇങ്ങനെ നിങ്ങൾ കളിക്കുന്ന കളികൾ ഏതൊക്കെയാണെന്ന് ഇവിടെ എഴുതൂ. നിങ്ങളുടെ ഒരു കളി അനുഭവം വിവരിച്ചെഴുതൂ എന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമുക്കൊരു കളി അനുഭവം എഴുതാം. PT-ക്കുള്ള ബെല്ലടിച്ചതും ഫുട്ബോൾ എടുത്തുകൊണ്ട് ഞങ്ങൾ ഒറ്റ ഓട്ടമായിരുന്നു. ടീമെല്ലാം നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഓടി വരുന്ന വഴിക്ക് രവി വീണ് പരിക്കുപറ്റി. ക്ലാസ്സിലെ 22 പേരെയും കൂട്ടിയാണ് ടീം ഉണ്ടാക്കിയത്. ഇനി എന്തു ചെയ്യും? കൂട്ടം കൂടി നിന്ന ഞങ്ങളുടെ അടുത്തേക്ക് സജിത്ത് മാഷ് വന്നു. ഞങ്ങൾ കാര്യം പറഞ്ഞു. അവസാനം പ്രശ്നം പരിഹരിച്ചു. രവിക്കു പകരം മാഷ്. മറ്റേ ടീം കുറച്ച് വിഷമിച്ചു. കളി തുടങ്ങി. മാഷ് ഗോളടിച്ചു. ഞങ്ങൾ ആർത്തു വിളിച്ചു. 5 മിനിറ്റിനുള്ളിൽ അവർ ഗോൾ മടക്കി. വാശിയേറിയ മത്സരമായിരുന്നു പിന്നീട്. അപ്പോഴേക്കും ബെല്ലടിച്ചു. ഗോൾ തിരിച്ചടിച്ച സാബുവിനെ മാഷ് എടുത്തുയർത്തി. ഞങ്ങൾ മാഷിനെയും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ യൂണിറ്റ് ടെസ്റ്റിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.